ലക്കി. കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇവന്മാരെ തല്ലിക്കൊണ്ടു നിൽക്കുകയാണ്. ഇതുവരെ ആയിട്ടും എനിക്ക് ആവശ്യമുള്ള ഒരു ഇവൻ ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഡ്രോപ്പ് ചെയ്യോ കണ്ടാവുന്നില്ല. ആ ഒരു ആർബർ മാത്രം നിന്ന് എനിക്ക് അവർ ഇങ്ങോട്ടാണ് ആവശ്യം. ആ ഒരു ഗോൾഡൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു വില്ലേജ് സോംബി ആണോല്ലേ, അവന്മാരും കിട്ടുന്നില്ല. ഇതിപ്പോ എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമെന്ന് അറിയാമോ? ബാക്കി എല്ലാ ടൈപ്പ് ആൾക്കാരും വന്ന് വീഴുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള ആളിനെ ഒഴിച്ച്. അപ്പൊ മിക്കവാറും ഇന്നത്തെ എപ്പിസോഡില് വില്ലേജറിനെ ക്യൂർ എന്ന പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവന്മാർ കിട്ടിയാലേ എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം നോർമലി ഈ സോംബീസും ക്രേപ്പറും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരുപാട് ഡ്രോപ്പ് കിട്ടി, അതുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് പറയുന്നതുമില്ല. അപ്പൊ ഈ കിട്ടിയതെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ പതിവുപോലെ തന്നെ ഇവിടെ വെച്ചൊന്ന് സ്മിൽറ്റ് ചെയ്യാം. എന്നിട്ട് എന്റെ ഈ ഒരു കളക്ഷൻ ഞാനൊന്ന് കൂട്ടി കൊണ്ടുവരാം. എനിക്കിതാ കണ്ട 2 മതിയായിരുന്നു ഈ ഒരു ഗോൾഡൻ കറ്റ്. ഈ ഒരു നഗറ്റ് ഉണ്ട്, അതും 2 കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇങ്കറ്റോടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മിക്കവാറും എന്റെ ഈ ഒരു ബൂട്ടും ഹെൽമെറ്റും കൂടി എടുത്തിട്ട് സ്മെൽറ്റ് ചെയ്ത് റെഡിയാക്കേണ്ടി വരും. ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ വെരി അൺലക്കി. പക്ഷെ ഒരുപാട് ദിവസം നടക്കില്ല, കിട്ടും അത് എപ്പോഴെങ്കിലും നമുക്കത്. അതിന്റെ കൂടെ തന്നെ എന്റെ കയ്യിൽ എന്തുമാത്രം രസം ഇരിക്കുന്നു നോക്കി നോക്ക്. 51 അവിടെ വരുന്ന ആ ഒരു വിച്ചിനെ കൊന്നിട്ട് മാത്രം എനിക്ക് 51 അവിടെ നിന്ന് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള ആളിനെ കിട്ടിയില്ലെങ്കിലും ഒരു നഷ്ടവുമില്ല. എത്ര നേരം ഞാൻ അവിടെ നിൽക്കുന്ന അത്ര ലൂട്ട് എന്റെ കയ്യിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്നലെ ഞാൻ ഇവിടെ നട്ടു വെച്ച കംപ്ലീറ്റ് വുഡും ഇവിടെ ഞാൻ കുഴിച്ചെടുത്തു. ഇപ്പൊ എന്റെ കയ്യിലെ ഒരു വുഡ് 41 കയ്യിൽ. അത് വെച്ചിട്ട് ഒരു പെട്ടിയും കൂടി ഇങ്ങോട്ടൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഈ ഒരു ഡബിൾ ചെസ്റ്റ് ആക്കാം. ഇത് ഇവിടെ ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഇവന്മാരെ കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കണ്ട, ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാനൊരു ജോലി കണ്ടുപിടിച്ചു. അത് എന്റെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ ഏരിയയില്. ഇതെല്ലാം നമ്മൾ പിന്നീട് പൊട്ടിച്ച് മാറ്റും. ഇത് ഇപ്പോഴത്തേക്ക് എന്റെ വർക്ക് ഒന്ന് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആ ഒരു ചെസ്റ്റ് ഇങ്ങനെ അടുക്കി മേളോട്ട് വെച്ച് ഞാൻ സാധാരണ ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് തന്നെ ഇങ്ങോട്ടൊന്ന് ബിൽഡ് ചെയ്ത് വെക്കണം. ഇപ്പൊ എന്റെ ഈ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് നിറഞ്ഞു. ഈ ഒരു പെട്ടി അതെന്നെ നിറഞ്ഞു. ഈ ഒരു പെട്ടി ഞാൻ ഇപ്പൊ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം നിറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം ഇരിക്കുന്ന മൗ ഫാർമാണ്. ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട്. എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്ത് അതൊന്നും നിൽക്കുന്നില്ല. അപ്പൊ അതൊന്നും ഇപ്പൊ തന്നെ വലുതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഉഴപ്പാതെ അതെല്ലാം ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റും. കിട്ടിയ ഐറ്റംസ് എല്ലാം വെറുതെ ഒരു വാർഡിലോട്ട് കൊണ്ട് കളയാതെ ഇന്നത്തെ ജോലി എന്നാൽ ഞാൻ ഇതാക്കാന്ന് വിചാരിച്ചു. ഇന്ന് ആ ഒരു സോംബിനെയും ഗോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇത് റെഡിയാക്കായിരുന്നു. എത്ര നേരം ഇവിടെ ഞാൻ വന്നിരിക്കുന്നു അറിയാമോ? അതൊന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വെരി അൺലക്കി. മൈൻക്രാഫ്റ്റ് അതേപോലെ എന്റെ ഇവിടെ നിൽക്കുന്നതല്ലേ ഇന്ന്. എന്റെ ലാവ ഇതും കളക്ട് ചെയ്ത് വെക്കണം. ഇത് ഇപ്പോഴത്തേക്ക് കളക്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഈ ഒരു ബക്കറ്റിനകത്ത് ഇത് തട്ടാതെ ഇന്നലെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇന്ന് ഇതാ ഇവിടെ ഇരുന്നോട്ട്. ഓക്കെ. അപ്പൊ 2 ബ്ലോക്ക് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് 6 വെക്കാൻ പറ്റും. അപ്പൊ എന്റെ ഈ ഒരു ലാവ കളക്ഷനും പതിയെ കൂടി വരുന്നുണ്ട്. ഇതെനിക്ക് പിന്നെ ഒന്ന് സേഫ് ആക്കി വെക്കാൻ വേണം. ഇവിടെ തന്നെ എനിക്ക് 1 2 3 4 5 6 7 8 9 ഒന്നും കൂടെ നമുക്ക് ഒന്ന് വെക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു 10 നമ്പർ നമുക്ക് കിട്ടും. അതൊക്കെ അപ്പൊ ഇതെങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ ചുറ്റിനും ഒരു മതിലെല്ലാം കെട്ടി നല്ല സേഫ് ആയിട്ട് ഒരു സ്റ്റോറേജ് നമുക്ക് ഇങ്ങോട്ടൊന്ന് സെറ്റ് ആക്കി വെച്ചിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഐറ്റംസ് എല്ലാം ചുമ്മാ കൊണ്ടൊന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, എല്ലാം നല്ല സോർട്ടാക്കി വെക്കാൻ വേണം. എന്റെ ആക്ച്വൽ ബേസ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് വരെ ഒരു ചെറിയൊരു മതില് ഞാൻ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി അറിയാതെ ഒന്ന് താഴോട്ട് വീഴൂല, ഞാൻ ജമ്പ് ചെയ്താൽ പോലും. ഇനി ഇപ്പൊ ഞാൻ ഒപ്പിച്ച ഒരു വുഡില്ലേ, നമ്മുടെ പുതിയ വുഡ് ഫാമിൽ ഞാൻ ഒപ്പിച്ച ഒരു വുഡ്, ഇത് വെച്ചിട്ട് ഒരുപാട് പെട്ടി ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഒന്ന് നിരത്തി വെക്കണം. ഇതിപ്പോ ഒരുപാട് ഇരിക്കുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആ ഒരു പെട്ടിയാകാം. 19 പെട്ടിയുണ്ട്. അതെല്ലാം ഈ ഒരു ഡബിൾ ചെസ്റ്റ് ആക്കി ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കണം. ഇതിനകത്തായിരിക്കണം എന്റെ ഐറ്റംസ് എല്ലാം വെക്കേണ്ടത് അല്ലേ? അതിനെ ഒന്നുകൂടെ മിസ്സിങ്. ഇതും കൂടി ഇവിടെ അങ്ങ് വെച്ചാൽ മതി. ഇത് ഞാൻ ഒരുപാടൊന്നും പൊക്കത്തിൽ വെക്കുന്നില്ല, 2 ബ്ലോക്ക് ഹൈറ്റ് തന്നെ മതി. നമുക്കിപ്പോൾ എന്തായാലും 10 ഉണ്ടല്ലോ. അപ്പൊ ഇനിയും ഒരു 20 പെട്ടികളെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ മേലോട്ടങ്ങ് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ഒരു മോബ് ഫാർമിൽ നിന്ന് എനിക്കിപ്പോൾ ഈ ഒരു ലെതറും ഒരുപാട് കിട്ടുന്നുണ്ട്. ഇതൊന്ന് പിന്നെ ഉണ്ടാക്കുന്ന അതായിരിക്കുന്നു 12. ഇതും കൂടെ എടുത്ത് എന്റെ ഈ വുഡ് വെച്ചിട്ട് ഒരുപാട് ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പൊ എനിക്ക് എന്റെ ആ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് ഒന്ന് ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് നമുക്കൊരു 10 വേണം. 10 ഓക്കെ. ഇതെല്ലാം എന്താ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇതുപോലെ നിരത്തിയെന്ന് വെച്ചിട്ട് നമ്മുടെ നോർമലായിട്ട് സ്റ്റോറേജ് അതൊന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോഴേ ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് വലിയ പണി കിട്ടും. പ്രത്യേകിച്ച് ആ ഒരു വില്ലേജറെല്ലാം കിട്ടി ട്രേഡെല്ലാം അലോക്ക് ആക്കി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടും കയ്യിലോട്ട്. അതെല്ലാം വെറുതെ കൊണ്ട് കളയുന്നേക്കാളും നല്ലത് ഇതുപോലെ ഒരു സ്റ്റോറേജിനകത്തോട്ട് കൊണ്ടുവയ്ക്കുന്നതാണ്. ഇതിപ്പോ എന്ത് എളുപ്പമുണ്ടാ, നേരെ പറഞ്ഞാൽ ഈ ഒരു 2 പൊട്ടിക്കണം, പിന്നെ നേരെ മേളോട്ടാക്കിയിട്ട് ഇതും കൂടെ പൊട്ടിക്കണം. നല്ല എളുപ്പത്തിൽ ഈ ഒരു ട്രീ എല്ലാം ചാറ പറന്ന് വെട്ടി മാറ്റാൻ പറ്റും. പണ്ടത്തെ പോലെ ഇനി വലിയ ഒരു മരം വരില്ല. ഇന്നലെ ഈ ഒറ്റ ബ്ലോക്ക് മേളോട്ട് വെച്ചപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്ന് ഈ ഒരു മരം വെട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇടുന്നോട്ട് അത് ഇനി വളർന്നോളും. ഇനി ആ കിട്ടിയ വുഡ് വെച്ചിട്ട് പിന്നെയും ഒരുപാട് ഈ ഒരു ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഇതിന്റെ മേളോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ മതി. നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങറ്റം വരെ പറഞ്ഞു. 4 മതിയായിരുന്നു. വളരെ എൻ്റെ ബോൺമില്ലുണ്ട്, ഇതെടുത്തൊന്ന് ബോൺമിൽ ചെയ്താൽ മതി. അതാണ് സത്യം പറയാല്ലേ, മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് ഇവിടെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നിലും ബാക്കിലോട്ടല്ല. എനിക്ക് എന്റെ ലാവയുണ്ട്, എനിക്ക് എന്റെ മൗ ഫാം ഉണ്ട്, എനിക്ക് എന്റെ വുഡ് ഫാം ഉണ്ട്, എനിക്ക് എന്റെ ഫുഡ് ഫാം ഉണ്ട്, എനിക്ക് എന്റെ ഓട്ടോ കുക്കർ ഉണ്ട്. എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റോൾ ചെയ്തങ്ങ് പോകുന്നുണ്ട്. ഒരിടത്ത് ഇടിച്ച് നിൽക്കാതെ. ഒരു പണി എനിക്ക് ഇടയ്ക്ക് വന്നത് ആ ഒരു ലാവ ഞാൻ പൊട്ടിച്ചതാണ്. അതിൽ എനിക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റി ഈ ഒരു ലാവ ഫാം ഉണ്ടാക്കിയപ്പോൾ. അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ. ഒരു പെട്ടിയുടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് 4 കൂടി ഇതിന്റെ അറ്റത്തായിട്ട് വെച്ചാൽ മതി. 1 പിന്നെ 2. ഓക്കെ. ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം
സോർട്ട് ചെയ്ത് ഇങ്ങോട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ പെട്ടി ഈ ഒരു നേച്ചർ പെട്ടി, അതിന് ഈ ഒരു സാപ്ലിംഗ് ഇരുന്നോട്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ വുഡ് പെട്ടി, അതിനും ഇത് ഇരുന്നോട്ട്. പിന്നെ ആ ഒരു മൊബൈൽ ആൻഡ് ഡ്രോപ്പ് എന്ന ബ്ലോക്ക് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വരി പെട്ടി, ഇത് ഫുഡ് ഐറ്റംസ് വെക്കാൻ വേണ്ടി ആരോസിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ വേണം. ഒരുപാട് ആരോസ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റും കോബിൾ സ്റ്റോണും അല്ലാതെ നമുക്ക് മൈനിന് പോകുമ്പോൾ കിട്ടുന്ന ബ്ലോക്ക് എല്ലാം വെക്കാൻ വേണ്ടി ഈ ഒരു ഏരിയ. ഇതിനകത്ത് കംപ്ലീറ്റ് എന്റെ പഴയ ടൂൾസ്, ഇവിടെ എന്റെ പഴയ ആർമർ. സത്യം പറഞ്ഞാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ 2 ബാക്കിയുണ്ട്. ഇതിൽ അങ്ങ് അറ്റത്താണെങ്കിൽ എനിക്ക് എന്റെ വാല്യൂബിൾസ് എല്ലാം കൊണ്ട് വയ്ക്കാൻ പറ്റും. അയ്യോ, അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു വാല്യൂബിൾ കൊടുക്കുമായിരുന്നു. അതെനിക്ക് കൊടുക്കാൻ വയ്യ. ഈ ഒരു വാല്യൂബിൾസ് എല്ലാം വേണം എനിക്ക്. ഈ ഒരു റെസ്റ്റോൺ ഇത് വയ്ക്കാം. ഒരു സൈഡിൽ ഈ ഒരു റെസ്റ്റോൺ ഐറ്റംസ് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അങ്ങ് അറ്റത്ത് ഈ ഒരു വാല്യൂബിൾസ്, ഈ ഒരു കോപ്പർ കൊടുക്കാം. ഇനി എന്തായാലും ഇത് ഇവിടെ ഇരുന്നോട്ട്. ഓക്കെ, അത്ര തന്നെ. ഇനി ഈ ഒരു സിമ്പിൾ എല്ലാം നോക്കിയിട്ട് ഈ പെട്ടിയാതിരിക്കുന്ന ഐറ്റംസ് എല്ലാം സോർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ കംപ്ലീറ്റ് ഏതെല്ലാം ഐറ്റംസ് എങ്ങോട്ടെല്ലാം പോകുന്ന നോക്കി അങ്ങ് വെച്ചാൽ മതി. അപ്പൊ കുറച്ചും കൂടെ ഒരു വൃത്തി നമ്മുടെ ഈ ബേസിനകത്തോട്ട് കിട്ടിക്കോളും. ഇതേപോലെ ഐറ്റംസ് 4 വാക്കിന് കിടക്കാതെ ആദ്യം തന്നെ എന്റെ ഇൻവെർട്ടറിക്കകത്ത് തന്നെ തുടങ്ങാം. ഈ പെട്ടിക്കകത്ത് ഒരു ആപ്പിള്, സാപ്ലിങ്, പിന്നെ ഒരു ബോൺ വിലി ഇരുന്നോട്ട്. ഈ പെട്ടിക്കകത്ത് വുഡ്, സ്റ്റിക്ക്, അത്ര തന്നെ. ഇതിനകത്ത് മോബ് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ ഒരു റോട്ടം ഫസ്റ്റ്, ഹൺ പൗഡർ, അതൊക്കെ. ഇതിനകത്ത് ഫുഡ് ഐറ്റംസ്, അത് ഈ ഒരു പൈനാപ്പിൾ തന്നെ ഇരുന്നോട്ട്. ആരോസ് പെട്ടിക്കകത്ത് ആരോസ്, പിന്നെ പഴയ ബോയും. ഡയറക്റ്റ് പെട്ടിക്കകത്ത് ഈ ഒരു പഴയ ബിൽഡിംഗ് ബ്ലോക്കും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് പഴയ ടൂൾസ് ഒക്കെ ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്റെ ആർമർ, ലെതർ നേച്ചർ പെട്ടിക്കകത്ത് ഇരിക്കും. ഓക്കെ, ഇത് തന്നെ ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. സൂര്യ എന്താ വരുന്നത്. ഓക്കെ, അത് മുഴുവനും ഞാൻ എന്താ ഇങ്ങോട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ രീതിയിൽ. ഇപ്പൊ ഈ ഒരു പെട്ടിക്കകത്ത് ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഞാൻ സോർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പെട്ടി കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി ഈ ഒരു വഴി നമുക്കൊന്ന് ഒഴിച്ചിടാം. എന്നിട്ട് ഈ ഒരു ഫർണസോടെ പൊടിച്ചെടുത്ത് അത് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റാം. എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാനിത് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെസ്റ്റും കൂടെ ഇതിനകത്ത് ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഈ ഒരു ഫർണസും വെക്കാൻ വേണ്ടി ഒരു സ്പേസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല. അത് ഇവിടെ വെച്ചാൽ മതി. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ കണ്ട നല്ല വൃത്തിക്ക് അതോടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ബേസ് ഉണ്ടാക്കുന്നത് വരെ എന്തായാലും ഇത് തന്നെ ധാരാളം. ഈ ഒരു ക്യാമ്പ് ഫയർ പൊട്ടി കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോകും. എന്നാലും കുഴപ്പമില്ല. ഇത് ഇവിടെ നിന്നിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തോട്ടൊന്ന് മാറ്റണം. കൂടെ എൻ്റെ ഒരു ബെഡും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് അതാ ഇങ്ങോട്ട് വച്ചിരിക്കാം. കുറച്ച് അത് ഒതുങ്ങിയിരുന്നോളൂ ഇങ്ങോട്ട്. ഇത് റീസ്പോൺ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പ് ഫയർ ഒന്നും കൂടെ ക്രാഫ്റ്റ് ആക്കിയിട്ട് ഇത് ഈ പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ട് വെക്കാം. അതാ ഇവിടെ ഇരുന്നോട്ട്. ഇതിങ്ങനെ ചുറ്റിനും ബ്ലോക്കുള്ള സ്ഥലത്താണ് കൊണ്ട് വെക്കാം. കാരണം ഇതിന് ഐറ്റംസ് ഇങ്ങനെ പൊട്ടി വീഴും. അത് ഞാൻ അറ്റത്തോടെയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടി നേരെ ഓലോട്ട് വീഴും. ഇത് ഇങ്ങനെ വേണം വെക്കാം. ഓക്കെ, അതുമായി എന്റെ ഫുഡ് പെട്ടിക്കകത്ത് ഇപ്പൊ ഇത്ര ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ എടുത്ത് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ച് അതും കൂടി ഒന്ന് തിന്നാം. ഇവിടെ എന്തായി ആസ്വാദനം വന്നിട്ടുണ്ട്. ഇവന്മാരിങ്ങനെ ഒരുപാട് പേരായി കഴിഞ്ഞാലേ എനിക്കിതാ ഇങ്ങനെ കൊല്ലാനേ പറ്റുള്ളൂ. ഓരോരുത്തരായിട്ട് കൊല്ലാൻ പറ്റൂല. എന്നാൽ ഈ പ്രാവശ്യം ഗോൾഡ് ഇല്ല, ഗോൾഡ് ആർമർ ഉണ്ട്. ഇത് പിന്നെ ഇവിടെ സ്മെൽറ്റ് ചെയ്യേണ്ടി വരും. ഇതെന്നാ സ്മെൽറ്റ് ചെയ്യാം. ഇവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. ഒരു പീസ് അയണോടെ കിട്ടി, അതുകൊണ്ട് ഇരുന്നോട്ട് ഇവിടെ. നേരത്തെ കിട്ടിയ ഒരു ഇങ്കറ്റ് എടുത്തിട്ട് എനിക്കൊരു അയൺ ഇങ്കറ്റ് പറ്റും. അതും ഒരെണ്ണം കൂടി ഈ പെട്ടിക്കകത്തിരുന്നോട്ട്. അത് ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കായിരുന്നു. എന്നാൽ ഒരു അച്ചീവ്മെന്റും പൊട്ടിക്കായിരുന്നു. ഇതിലൊരു അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട്. അതായത് തന്നെ ഹാവ് 2 ബക്കറ്റിലാവാം. അതാ എന്റെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇതിലൂടെ തിന്നേക്കാം. പിന്നെയും കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഒരു ചെയിൻ ആർമർ കിട്ടി. ഇതും കൂടെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാം. ഒരു നഗാറ്റോടെ കിട്ടിക്കൊള്ളുന്ന. എന്റെ മരം എന്താ കംപ്ലീറ്റ് വളർന്നു. ഇനി 1-2 ബാക്കിയുള്ളൂ. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ 1-2 മതിൽ മാത്രം വന്ന് ഇതുപോലെ ഇടിക്കുന്നുള്ളൂ ഞാൻ. ഇടയ്ക്കെല്ലാം എല്ലാവരെയും കിട്ടും, ഇടയ്ക്ക് കിട്ടൂല. ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കൊട്ടൊക്കെ വരുന്നു കുറെ നേരം. ഒരു വില്ലേജറിന്റെ തീർന്നു ഞാൻ. ആ ഒരു വില്ലേജർ സോംബി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നവരെല്ലാം ഒറ്റടത്തിന് തീർക്കും. എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ നിൽക്കും. ഇപ്പൊ എന്തുമാത്രം ആ ഒരു ആക്സ് ഞാൻ പൊട്ടിച്ചെന്നറിയാമോ? അങ്ങനെ നിന്ന് ഒരു രക്ഷയില്ല എന്ന്. ഇതെനിക്ക് മിക്കവാറും നാളെ തന്നെ ആവും. എനിക്കൊരു ബണ്ടിൽ ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് കിട്ടിയിട്ടെങ്കിൽ കാര്യമുണ്ടോ സത്യത്തില്? വേണ്ടായിരിക്കും. ഈ ഒരു ആക്സ് പിന്നെയും ക്രാഫ്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ പോയിക്കോട്ടെ. ഇതെല്ലാം നോർമൽ സോംബീസ് ആണ്. അതൊന്നും ആ ഒരു ബൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സോംബി വില്ലേജർ ആണോ അല്ലേന്ന്. വെരി അല്ലക്കി. ഇപ്പോഴും കിട്ടുന്നില്ല. നീ ചിരിക്കണ്ട, അപ്പോഴപ്പോഴും അവന്റെ ചിരി ഞാൻ കേൾക്കണം. ഒരു ദിവസം ഞാൻ വരണം, അങ്ങോട്ട് വരും. ഇല്ല, അത് സോംബി തന്നെ. ഇതും സോംബി തന്നെ, എല്ലാം സോംബി. ഞാൻ ഈ ഒരു ഫാം ഉണ്ടാക്കിയ സമയത്ത് എന്തുമാത്രം ഇതേപോലെ സ്പോണായി വീണെന്ന് അറിയാമോ? ആ ഒരു വില്ലേജർ സോംബി. ഇപ്പൊ ഒന്നുപോലും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ആവശ്യം വന്നപ്പോ അതാ ഗോൾഡ് ആർമർ, ഗോൾഡ് ഡ്രോപ്പ് ചെയ്യും, അതുമില്ല. ഇല്ലടാ, എല്ലാം എന്താ സോംബിനെ വന്നിരുന്നു. അപ്പൊ ഇന്ന് നടക്കൂല, ഇന്ന് എന്തായാലും നടക്കൂല. ഇനി അവന്മാരെ ഒപ്പിച്ചിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി എല്ലാം നിന്ന് കഴിഞ്ഞാൽ എനിക്കിന്ന സമയത്ത് വിടാൻ പറ്റൂല. വൈകിട്ട് 6 മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നല്ല ചെറുതാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. വെരി അല്ലക്കി, ഒട്ടും ലക്കില്ല ഇന്ന്. ഇന്ന് അങ്ങനത്തെ ദിവസമാണ്. പണ്ട് മുതൽ ഈ ചാനൽ കാണുന്നവർക്കറിയാം, ചില ദിവസങ്ങളിൽ ഈ ഒരു ഗെയിം അങ്ങനെയാണ്, നമ്മളുടെ കൂടെ നിൽക്കൂല. ഇതിപ്പോ നല്ല യൂസ്ഫുള്ളായി. ഐറ്റംസ് എല്ലാം കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഒരു പൊട്ടാറ്റോ ഒരേരോട് എനിക്കിപ്പോ കിട്ടി. അത് വർക്കാവോ? നമുക്ക് ഇത് പൊട്ടാറ്റോ ഇതിനകത്ത് വെച്ച് അതും പറ്റും. അയ്യോ, തിരിച്ചോളൂ മണ്ട എല്ലായിടത്തും വെച്ചു കൊടുത്തു ഞാൻ. എന്നാലേ നമുക്ക് ഈ ഒരു ബോൺ മീൽ ഫുഡ് ആക്കാൻ പറ്റുമെന്ന്. 2.5 ആക്കിയപ്പോൾ എനിക്ക് ഇപ്പോഴത് ശരിയാണല്ലേ. എന്നാ എനിക്ക് ചൂണ്ടിടാൻ നിൽക്കണ്ട, ഇതിങ്ങനെ വയ്ക്കാൻ പറ്റുമായിരുന്നല്ലേ. എനിക്ക് ഞാൻ പറഞ്ഞൊരു സംഭവം കുക്കായി വന്ന് ഇത് മറ്റേ നമുക്ക് ഇത് പൊട്ടാറ്റോ കുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ
ആർക്കെങ്കിലും ആരോടെങ്കിൽ പറഞ്ഞുതരാം. ഇനി ഒന്ന് മാത്രം ബാക്കിയുണ്ട്. ഇതും കൂടെ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. ബോൺമിൽ എവിടെ? എൻ്റെ ഒരു ബോൺമിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ്ട് ബേക്കറി പൊട്ടാറ്റോ. നമുക്കിത് ബേക്ക് ചെയ്ത് തിന്നാൻ പറ്റും. ഒരു ബക്കറ്റ് വെള്ളവും കൂടി വേണം. എന്തായാലും നമുക്ക് ആ ഒരു വില്ലേജ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റീവ് ആയിരിക്കണം ഒരു ദിവസം. അത്ര അതെന്നാ ഇങ്ങനെ തന്നെ എടുക്കണ്ട. എനിക്ക് കിട്ടിയ ഒരു ഡർട്ട് ഇവിടെ. ഇതിൽ നിന്നൊന്ന് എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അതാ ഇവിടെയും വെച്ച് എൻ്റെ ഒരു ഹോയും കയ്യിലോട്ട് എടുത്തിട്ട് ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ടുകൂടെ വെച്ചിട്ട് ഈ ഒരു പൊട്ടാറ്റോ ഓഫ് ഹാൻഡിൽ പിടിക്കണം. ഈ ഒരു ബോൺമീൽ ഒരുപാട് ഒപ്പിക്കണം. എന്നിട്ട് പൊട്ടാറ്റോ നടണം, ബോൺമീൽ ചെയ്യണം. എന്നിട്ട് അതിനെ പൊടിച്ചെടുക്കണം. ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് ഈ ഒരു പൊട്ടാറ്റോ എൻ്റെ കയ്യിലോട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ഒറ്റ ക്യാമ്പർ വെച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് പെട്ടെന്ന് കുക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതും കൂടെ നമുക്കൊന്ന് വലുതാക്കേണ്ടി വരും. അത് നമുക്ക് വരുന്ന എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഈ ഒരു ട്രിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇത്ര ആൾക്കാർ, ഈ കണ്ട ആൾക്കാരെല്ലാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഐഡിയ മാത്രം ഒരുത്തന്നെ തളിക്കാതൊന്നുമില്ല. ഞാൻ തന്നെ ബുദ്ധിമായി വേണ്ട. ഇതിങ്ങനെ കുക്ക് ചെയ്യണം. ഈ ഒരു 45 പെട്ടെന്ന് കിട്ടി. ഞാനിപ്പോൾ ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 45 ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നിൽക്കേണ്ടി വന്നേ. വേണ്ട, ഒരുപാട് എനിക്ക് ഇതിനകത്ത് കൂട്ടാനും പറ്റുന്നുണ്ട് ഇത് വെച്ചിട്ട്. നമുക്ക് ആ ഒരു ക്യാരറ്റ് ഇതേപോലെ കുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് വെച്ചിട്ട് ഞാൻ ചെയ്തേനെ. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഫയർ നമുക്ക് ഒരുപാടൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു കുക്കിംഗ് ഏരിയയും കൂടി ഇവിടെ ഒന്ന് റെഡിയാക്കണം. ഇതൊരു 10 എണ്ണമെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് അതുകൂടെ നമുക്ക് ചെയ്യാം. ഇത് പക്ഷേ ഉണ്ടാക്കി ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ആ ഒരു ചാർക്കോളെല്ലാം വേണം. ഈ ഒരു വുഡെല്ലാം പിന്നെയും മൈൻഡ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് വരുന്ന എപ്പിസോഡ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വെറുതെ ഒന്നും വരുന്നില്ല. ഞാൻ നല്ല പ്രൊഡക്റ്റീവായിരുന്നു. എൻ്റെ സ്റ്റോറേജ് റെഡിയാക്കി ഒരുപാട് ഈ ഒരു വുഡെല്ലാം ഞാൻ ഓഫ് ക്യാമറ കുറിച്ച് മാറ്റി. പിന്നെ ഈ ഒരു പൊട്ടാറ്റോ ട്രിക്കും ഞാൻ കണ്ടുപിടിച്ചു. അവന്മാരെ നമുക്ക് നാളെ കിട്ടുമായിരിക്കും ഹോപ്പ്ഫുള്ളി. ഇന്നലത്തോടെ എനിക്ക് മതിയായി. ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. നാളെ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാം. അവന്മാരും കിട്ടണം, പിന്നെ ഒരു ഗോൾഡും കിട്ടണം. ഗോൾഡ് കിട്ടിയാലേ ആ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അവന്മാരെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ പോയിട്ട് നാളെ വൈകിട്ട് 6 മണിക്ക് ടാറ്റാ ബൈ.